അപ്പോൾ വഴുതനങ്ങ തോരൻ വെക്കാൻ പോകണ്ടോ പച്ച വഴുതനങ്ങ. ഇതൊക്കെ കറി വെക്കാൻ വല്ലപ്പോഴും കറി വെക്കുന്ന സംഗതിയാണ് കേട്ടോ. ഇവിടെ ഇത് അങ്ങനെ അധികം മേടിക്കാറില്ല. അവന് മേടിച്ചു കഴിഞ്ഞാൽ പയറ്, ബീൻസ്, പാവയ്ക്ക, വെണ്ടയ്ക്ക, പിന്നെന്താ ബീട്രൂട്ട്, ക്യാരറ്റ്, ഇത്രയാണ് വാങ്ങാൻ. ഞാൻ കടയിൽ പോയാൽ മാത്രമേ ഇത് ഈ സംഭവം കിട്ടുള്ളൂ കേട്ടോ. വഴുതനങ്ങ, മറ്റേ കത്രിക്ക, പിന്നെന്താണ് പച്ചക്കായ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചോണ്ട് വരും. അപ്പം ഇന്ന് വഴുതനങ്ങ തോരനാണ് ഇത് വെക്കുന്നത് നല്ലത്. മെഴുക്കുവരട്ടി വെച്ചാലും നല്ലതൊക്കെയാണ്. പിന്നെ കത്രിക്ക വെക്കുമ്പോൾ നമ്മൾ കത്രിക്കയില്ലേ നമ്മുടെ വയലറ്റ്, അത് വെക്കുമ്പോൾ മെഴുക്കുവരട്ടി വെക്കും. അപ്പം ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പം ഇതാ നമ്മൾ കത്രിക്ക അരിഞ്ഞെടുക്കാൻ പോവാണ്. ഇത് എങ്ങനെ അരിയണം എന്ന് ആലോചിക്കാൻ ഞാൻ. ഇങ്ങനെ അരിഞ്ഞിട്ട് പിന്നെ അരിയുക ചെയ്യുക. നീളത്തിലരിയും. ആദ്യം വട്ടത്തിലരിയും, പിന്നെ നീളത്തിലരിയും. അങ്ങനെയാണ്. ശരിക്കും കയ്യിൽ ഉറയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇടുക്കിക്കാരരിയുന്നത്. കട്ടിംഗ് ബോർഡ് വന്നേ പിന്നെ ഇപ്പം കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടാണല്ലോ പണി എളുപ്പമാണല്ലോ. കയ്യിൽ പിടിച്ചരിയാനാണ് ഏറ്റവും സുഖം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് സമാധാനത്തിലൊക്കെ ചെയ്യാം. ഇതാ ഇങ്ങനെയാണ് ഈ സംഭവം അരിയുക. വട്ടത്തിൽ ആദ്യം അരിഞ്ഞിട്ട് പിന്നീട് ഇതാ ഇങ്ങനെ സ്ക്വയറായിട്ട് അരിയും. ചെറിയ പീസായിട്ട് മുറിക്കും. ഇത് പെട്ടെന്നാവുന്ന ഒരു സംഗതിയാണ് കേട്ടോ. നമുക്കധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് വേവും. ആവി കയറുമ്പോൾ തന്നെ. പിന്നൊരു കാര്യമുണ്ട്. നമ്മൾ വഴുതനങ്ങ അരിഞ്ഞിടുമ്പം വെള്ളത്തിലേക്ക് അരിഞ്ഞിടണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കറ പിടിക്കും, കറുത്ത് പോകും. ഇതാ നമ്മൾ ഫുള്ള് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഇത് അതിൻ്റെ കുരു ഒന്ന് തിരുമ്മി ഇങ്ങനെ തിരുമ്മുമ്പോൾ അത് ആ കുരു പോകണ്ട. അപ്പോൾ അതൊന്ന് പോകുന്നത്രയും മതി, അധികം ഒന്നും വേണ്ട. അതങ്ങ് ഈ കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വേണമെങ്കിൽ കഴുകിയെടുക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇടാം. ഇങ്ങനെ തന്നെ ഇടുന്നതാണ് നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേപ്പൊന്നും മാറിപ്പോവില്ല. പിഴിഞ്ഞെടുക്കുമ്പം അതിൻ്റെ ഷേപ്പ് മാറിപ്പോകും. അങ്ങ് പോകും കേട്ടോ. കുരു അധികം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കും. ഇതിപ്പോൾ വാഷ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് തേങ്ങ, ഉള്ളി, പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് തേങ്ങ ഇടുന്നുണ്ട്, അധികമൊന്നുമില്ല. അത് നിങ്ങൾക്ക് ഇഷ്ടത്തിന് ആവശ്യത്തിന് ഇടാം. ഒത്തിരി ഇടേണ്ടവർക്ക് ഒത്തിരി ഇടാം. തെങ്ങും പറമ്പൊക്കെ ഉള്ളൊരു ഇഷ്ടം പോലെ ഇട്ടും. എനിക്ക് ഈ തേങ്ങ ചിരണ്ടാൻ ഭയങ്കര മടിയാട്ടോ, ഏറ്റവും മടിയുള്ള കാര്യം. അപ്പം അതുകൊണ്ട് ഞാനത് കുറച്ചേ ഇടുള്ളൂ. അപ്പം അത്രയും കുറച്ച് ചിരണ്ടിയാൽ മതിയല്ലോ. കുറച്ച് പച്ചമുളക്, ചുവന്നുള്ളി, കറിവേപ്പില ഒക്കെ ഇടണം. ഇത് കുരുകുരാന്ന് അരിഞ്ഞിടേണ്ട മുളകാണ്. കയ്യിൽ ഉറയിട്ടാലേ അങ്ങനെ അരിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കൈ മുറിയൂലേ. അതുകൊണ്ട് ഞാൻ വലിയ കഷ്ണാക്കി മുറിച്ചിടും. ക്രഷ്ഡ് ചില്ലി ഇട്ടാലും മതി കേട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഉണക്കമുളക് ഇടണോ പച്ചമുളക് ഇടണോ. പക്ഷേ തോരൻ വെക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പൊടി ഇട്ട് വെക്കരുത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രമേ ഇടുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊടികളൊന്നും ഇടാത്തതാണ് കേട്ടോ നല്ലത്. ഇച്ചിരി കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് അങ്ങനെ വെക്കുന്നതാണ് കറി എപ്പോഴും നല്ലത്. എൻ്റെ വീട്ടിൽ ഞാൻ മെഴുക്കുവരട്ടി എന്ന് പറയുന്ന സാധനം വെച്ച് കണ്ടിട്ടേ ഇല്ല കേട്ടോ. അവിടെ ഇടുക്കിക്കാർ കൂടുതലും മെഴുക്കുവരട്ടി വെക്കാറില്ല എന്നാണ് സത്യം. എല്ലാം തോരനാണ്. കാരണം എല്ലാവർക്കും പറമ്പുണ്ടാവും, തേങ്ങ ഉണ്ടാവും, പിന്നെ പച്ചമുളക് മുറ്റത്തുണ്ടാവും. ഉള്ളി വരെ കൃഷി ചെയ്യുന്നവർ ഇപ്പോൾ ഉണ്ട്. അന്നൊന്നും ഉള്ളി കൃഷി ചെയ്യാനൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം തോരനാണ്. പയറ് തോരൻ, പാവയ്ക്ക തോരൻ, വെണ്ടയ്ക്ക തോരൻ, പിന്നെന്താ തോരനാണ്. തക്കാളി തോരൻ, പച്ചത്തക്കാളി തോരൻ വെക്കും.
എത്ര കാലമായെന്നറിയാമോ പച്ചത്തക്കാളി കണ്ടിട്ട്? പച്ചത്തക്കാളി ഒന്നും കാണാൻ കൂടി കിട്ടാൻ കടയിലൊന്നും കിട്ടത്തില്ലല്ലോ. പക്ഷെ പച്ചത്തക്കാളി അധികം കഴിക്കത്തില്ല കേട്ടോ, അതിനൊരു അസിഡിക് ചൊവയാണ്. അപ്പം അത് പക്ഷെ ഒരു നേരമൊക്കെ കൂട്ടാം, പക്ഷെ ചോറിലിട്ടൊക്കെ പുറത്ത് തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ടേസ്റ്റൊക്കെ ഇതായി ഓർക്കുമ്പോൾ വായിൽ വെള്ളം തീ കത്തിച്ച് കൊടുക്കാം. എണ്ണയൊക്കെ വറ്റിയിട്ടുണ്ട്, അല്ല വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല ചോട് കട്ടിയുള്ള പാത്രത്തിൽ വെച്ചാൽ എല്ലാ കറിക്കും ടേസ്റ്റ് കേട്ടോ. ഞാൻ പിന്നെ എളുപ്പത്തിന് വെക്കുന്ന പാത്രത്തിന് കനവില്ലാത്തതുകൊണ്ട് വാഷ് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ പെട്ടെന്ന് കറിയാവും, ചൂട് പെട്ടെന്ന് കയറും. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങൾ കട്ടി കുറഞ്ഞ പാത്രത്തിനുണ്ട്. അപ്പം അതുകൊണ്ട് അതിൽ വെക്കും. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് കറിവേപ്പില അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാവേ. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലോട്ട് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ഇതിൽ പിടിക്കും. എന്നിട്ട് ഉള്ളി വേണമെങ്കിൽ ഉള്ളി അങ്ങനെ ഇടാം, ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ഇടാം. ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോഴത്തേക്കും അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. നല്ല വെള്ളമുള്ള സംഭവം കേട്ടോ. അപ്പോൾ പതിയെ വെള്ളമൊക്കെ ഇറങ്ങി വരട്ടെ. ഇളക്കിയിട്ട് കൊടുക്കാം. ഈ ക്യാബേജൊക്കെ വെക്കുമ്പോൾ ഉപ്പിങ്ങനെ തിരുമ്മിയിട്ട് വെക്കും കേട്ടോ. ഇവിടെ മിക്കവാറും അങ്ങനെ എല്ലാവരും തോരൻ വെക്കുന്നത് അങ്ങനെയാണ്. ഇങ്ങനെ തിരുമ്മി കഴിയുമ്പോണ്ടല്ലോ അതിൽ നിന്ന് ഭയങ്കരമായിട്ട് വെള്ളം നേരത്തെ ഇറങ്ങി വരും. എന്നിട്ട് പിന്നെ അവിഞ്ഞങ്ങ് പോകും. നമ്മൾ കറി വെച്ച് കഴിയുമ്പോൾ ഡ്രൈ ആയിട്ടിരിക്കത്തില്ല. ഒരിക്കലും നമുക്കിങ്ങനെ മാറി മാറി കിടക്കുന്ന കറി വേണമെങ്കിൽ നമ്മളൊരിക്കലും ഇങ്ങനെ ഉപ്പിട്ട് തിരുമ്മരുത്. അച്ചാറിനൊക്കെയാണ് നമ്മളങ്ങനെ തിരുമ്മി വെക്കുന്നത്. പച്ചക്കറിക്കൊന്നും ഉപ്പിങ്ങനെ ഇട്ട് തിരുമ്മരുത്. ചീരയിലൊക്കെ അങ്ങനെ ഇട്ട് തിരുമ്മി വെക്കും. അപ്പോൾ അധികം നേരമൊന്നും വേണ്ട, പതിയെ ഒന്ന് തീ കൂട്ടി വെച്ച് പെട്ടെന്ന് വേവിച്ചെടുക്കാം. ഒത്തിരി അങ്ങോട്ട് തീ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ ഒഴുകി വന്നു കഴിയുമ്പോൾ അതും അവിഞ്ഞു പോകും. ഒത്തിരി വെള്ളത്തിൽ കിടന്ന് കുറേ നേരം വെന്ത് കഴിയുമ്പോൾ അവിഞ്ഞു പോകും. അപ്പം ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ തന്നെ ഇത് വേവും. അപ്പം എന്ത് ചെയ്യണം? തീ പതിയെ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട്, അതായത് മീഡിയം തീയിൽ, അതായത് ലോ അല്ല ഹൈയും അല്ല. ഹൈയിൽ വെച്ചാൽ കരിഞ്ഞു പോകും കേട്ടോ. അപ്പം മീഡിയം തീ വെച്ചിട്ട് പെട്ടെന്ന് വേവിച്ചെടുക്കുക. മൂടി വെച്ച് ആവട്ടെ. വേവായിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കിതാ കുഴമ്പ് പോലായി. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിടുക. വെള്ളം വറ്റിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ പണി. ഇട്ടാൽ കുറച്ചുകൂടി ഡ്രൈ ആയി കിട്ടും. പെട്ടെന്ന് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. കഴിഞ്ഞു. വെള്ളമൊക്കെ നല്ലോണം വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ തോരൻ റെഡി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സംഭവം. എനിക്ക് എന്നാ ഇഷ്ടമല്ലാത്തതെന്നല്ലേ? പാവയ്ക്ക ഇഷ്ടമാണ്, പയർ ഇഷ്ടമാണ്. പയറൊക്കെ മുറ്റത്തുനിന്ന് പറയുന്നതാണ് ഇഷ്ടം. നമ്മൾ മുറ്റത്തൊക്കെ ഇങ്ങനെ നട്ടുവെച്ചിട്ട് ആ പയറൊക്കെ ഇങ്ങനെ പറിച്ച് കറി വെക്കുമ്പോൾ അതൊരു എന്താ പറയുന്നത്, അതൊരു സുഖമാണ്. പക്ഷെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പയർ എത്ര കറി വെച്ചാൽ നമുക്കൊരു തൃപ്തി വരത്തില്ല. എന്താന്ന് വെച്ചാൽ ഇടുക്കിയിൽ ജീവിച്ചുകൊണ്ടാവാം നമുക്ക് പ്രകൃതിയോടൊരു അടുപ്പമുണ്ടല്ലോ. പിന്നെ എല്ലാം മുറ്റത്തുനിന്ന് പറിച്ച് കഴിച്ചുള്ള ശീലമാണല്ലോ. അതുകൊണ്ടായിരിക്കാം നമുക്ക് ആ ടേസ്റ്റും ഈ ടേസ്റ്റും ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ടായാലും ഞാൻ പയറൊക്കെ നട്ടു വെക്കുമായിരുന്നു. പയറൊക്കെ പറിച്ച് ചീരയൊക്കെ മുറ്റത്തുണ്ടായിരുന്നു. അതൊക്കെ പറിച്ച് കറി വെക്കുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണ്.
കടയിൽ നിന്ന് മേടിക്കുന്നത് എത്ര വെച്ചാലും അതിൻ്റെ ആ ഫീല് കിട്ടത്തില്ല. അതൊരു ഫീലാണ്. അതിനൊരു ടേസ്റ്റ് ഉണ്ട്. കാരണം ഫ്രഷ് നമ്മൾ അപ്പം തന്നെ പറിക്കുന്നു, അപ്പം തന്നെ കറി വെക്കുന്നു. അങ്ങനെയല്ലേ? അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.